സുവർണ നിമിഷങ്ങൾ, ദി ഗോൾഡൻ മൊമെൻറ്റ്സ്. മുങ്ങിപ്പോകുന്ന കുഞ്ഞു വിരലുകളെ ചേർത്ത് പിടിക്കുക, നെഞ്ചേറ്റുക. ആ സുവർണ നിമിഷത്തിൽ ജീവൻ വീണ്ടും തളിരിടും. അപ്പോൾ നീയും ഞാനും നമ്മളെല്ലാവരും മനുഷ്യരാകും. കൂട്ടുകാരെ, അതാണ് ജീവരക്ഷയുടെ പരരക്ഷയുടെ സുവർണ നിമിഷം. പ്രാഥമികമായി രോഗി ബോധാവസ്ഥയിലാണോ അബോധാവസ്ഥയിലാണോ എന്നുള്ളത് മനസ്സിലാക്കണം. അബോധാവസ്ഥയിലുള്ള രോഗികളെല്ലാം ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ തലയ്ക്ക് പരുക്കുണ്ടെന്ന് തന്നെ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത രോഗികൾ, കൈകാലുകൾക്ക് തരിപ്പുള്ള രോഗികൾ, അത്തരം രോഗികൾക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ നട്ടലിന് ക്ഷതമുണ്ടെന്ന് നമ്മൾ കരുതണം. അതുപോലെ തന്നെ മറ്റു ലക്ഷണങ്ങളാണ് തലയിലുള്ള വലിയ മുറിവ്, ശക്തമായ തലവേദന, അതുപോലെ തന്നെ ചെവി, മൂക്ക് മുതലായ ഭാഗത്തു നിന്നുള്ള രക്തസ്രാവം, അതുപോലെ തന്നെ അപകട സ്ഥലത്ത് വെച്ച് തന്നെ അപസ്മാരം സംഭവിക്കുന്ന രോഗികൾ, അതുപോലെ തന്നെ കഴുത്തിലോ ബോധമുള്ള രോഗിയാണെങ്കിൽ കഴുത്തിലോ നട്ടലിലോ ശക്തമായ വേദന, കൈകാലുകളിൽ തരിപ്പ് മുതലായ പറയുന്ന രോഗികളിൽ നട്ടലിന് പരിക്കുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതാണ്. അപ്പോൾ അബോധാവസ്ഥയിലുള്ള രോഗികൾ, അതുപോലെ തന്നെ കഴുത്തിനോ നട്ടലിനോ വേദനയുള്ള രോഗികളെ നമ്മൾ പ്രത്യേകിച്ച് സ്പൈനൽ കോഡിന് പരിക്കു ഇല്ലാത്ത രീതിയിൽ വേണം, സുരക്ഷിതമായി വേണം അപകട സ്ഥലത്ത് നിന്ന് മാറ്റാൻ. അമ്മ പോണ്ടേ? ഇതിവന്റെ രണ്ടാം ജന്മ. പക്ഷേ ഞങ്ങൾ ഇന്നൊരു അടിപൊളി യാത്രയ്ക്ക് പോവാ, അല്ലേ മോനെ? അല്ല പിന്നെ എന്നാ പോവാ. 7 വർഷം മുമ്പ് ധനുഷ് പാർത്ത എന്ന് പറഞ്ഞ 9 വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ബൈക്ക് ഇടിച്ച് ഒരു അപകടത്തിൽപ്പെടുകയും തത്ഫലമായി ഹെഡ് ഇഞ്ചുറി മൂലം അബോധാവസ്ഥയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പൊന്നോ ആവശ്യക്കുട്ടിയേ, ഇതാരത്? ഇതാരൊക്കെ ഉണ്ണിനെ കാണാൻ വന്നിരിക്കണേ? പൊന്നോ, ഇതാരൊക്കെ വന്നിരിക്കണേ നോക്ക്, ഇങ്ങനെ ഉറങ്ങണ്ടേ? പാവേ, ഇതാരൊക്കെയാടി വന്നിരിക്കണേ നമ്മുടെ അമ്മുണ്ണിനെ കാണാനേ? ആ പാവേ, പാവക്കുട്ടിയേ, പൊന്നോ. മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വരച്ച ചിത്രങ്ങളാണ് അതൊക്കെ. മോനും സ്കൂളിൽ വിട്ട് വരുന്ന സമയത്താണ് ഈ വഴിയിൽ തിരിയുന്നിടത്ത് വെച്ച് ആക്സിഡൻ്റ് ആയത്. ഒരു മോട്ടോർ സൈക്കിൾ ഒന്ന് തട്ടിയതാണ്. അവിടെ വെച്ച് തന്നെ ബോധം നഷ്ടപ്പെട്ടു. അവിടെയുള്ള സുഹൃത്തുക്കളും ഓട്ടോറിക്ഷക്കാരും കൂടിയിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ സീരിയസ് മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞു ഹെഡ് ഇഞ്ചുറിയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പെരിന്തൽമണ്ണയെ തൃശ്ശൂരൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് MRI മറ്റേ സ്കാനിങ് എല്ലാം എടുത്തതിന് ശേഷം സർജറി ആണെങ്കിൽ വെൻറ്റിലേറ്റർ വേണം. അവിടെ വെൻറ്റിലേറ്റർ സൗകര്യമില്ല. അങ്ങനെ തൃശ്ശൂരിൽ തന്നെ പല വെൻറ്റിലേറ്ററുള്ള ഹോസ്പിറ്റലും വിളിച്ചപ്പോൾ പല ഹോസ്പിറ്റലുകളിലും വെൻറ്റിലേറ്റർ ഉണ്ടായിരുന്നില്ല. വേറെ ദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സമയങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വെയ്യൂരുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതും അവിടെ രാത്രി 9 മണിക്ക് എത്തിച്ചത്. 4 മണിക്കാണ് ഇവിടെ വെച്ച് ആക്സിഡൻറ്റ് ഉണ്ടായത്. 9 മണിക്ക് എത്തിച്ച് രാത്രി സർജറി കഴിയുമ്പോഴേക്കും 1 മണിയായി. പക്ഷെ ഇവിടെ വരുമ്പോൾ തന്നെ പൂർണ്ണമായും കോമയിലായിരുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണികൾ വികസിച്ച് ലൈറ്റിനോട് പ്രതികരിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അവന് സ്കാനിലുണ്ടായിരുന്ന ബ്ലീഡിങ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ, അതായത് തലച്ചോറിൻ്റെയും തലയോടിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് ഡെവലപ്പ് ചെയ്ത ഒരു ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ അത്തരം ബ്ലീഡിങ്ങുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തലച്ചോറിൽ കാര്യമായിട്ടുള്ള പരിക്കുകളില്ല. തലച്ചോറിൽ ഏൽക്കുന്ന പുറത്തു നിന്നുള്ള പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദം മൂലം വരുന്ന ഡാമേജാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം പരിക്കുകൾ ഉടനടി ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്താൽ രോഗി പൂർവ്വസ്ഥിതിയിലെത്തുകയും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പോൾ നമ്മുടെ ധാരണ സാധാരണ ഒരു നോർമൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുവരാൻ പറ്റും, ആൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ICUവിൽ നമ്മൾ കാണുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റ് വീട്ടിൽ നിന്ന് ഷർട്ടും ട്രൗസറൊക്കെ പുതിയതുണ്ടായിരുന്നു കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയപ്പോഴാണ് പിന്നെ റൂമിലേക്ക് മാറ്റിയപ്പോൾ. പക്ഷേ നമ്മൾ സമയം നഷ്ടപ്പെടുന്നത് മൂലം തലച്ചോറിൽ തിരിച്ചു വരാൻ പറ്റാത്തത്ര സമ്മർദ്ദം മൂലം വരുന്ന ഡാമേജ് കൊണ്ട് കോമ സ്റ്റേജിലേക്ക് വരികയും പിന്നീട് നമ്മൾ ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഇപ്പോഴും ഒരു കോമ സ്റ്റേജിൽ തന്നെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. വളരെ സമയമെടുക്കും തലയ്ക്ക് പറ്റിയിട്ടുള്ളതുകൊണ്ട്. പിന്നെ നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ രണ്ടാമത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടായി. ആ വീഴ്ചയിലാണ് അവന് അന്ന് അവന് അമ്മാന്നൊരു വിളിച്ചതാണ്. പിന്നെ അവന് വിളിച്ചിട്ടേ ഇല്ല. തൽക്ഷണം പോയ ഓർമ്മയാണ്. പിന്നെ അവന് ഓർമ്മ കിട്ടിയിട്ടില്ല. പിന്നീടുള്ള വർഷങ്ങൾ ഒരുപാട് ആശുപത്രി അഡ്മിഷനുകളും അതുപോലെ തന്നെ ശ്വാസത്തിൻ്റെ സഹായത്തിനായി ട്രക്കിയോസ്റ്റമി ചെയ്യുകയും വേണ്ടി വന്നു. പക്ഷെ ഞങ്ങളുടെ മകൻ ഞങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടണം. തിരിച്ചറിഞ്ഞ് അമ്മ എന്നൊന്ന് വിളിച്ച് അതൊന്ന് ആ അച്ഛനൊന്ന് കേട്ട് അച്ഛൻ്റെ മനസ്സ്
അത്രയും ഇതായിരിക്കണു അച്ഛൻ്റെ മനസ്സ്. ഈ കുട്ടി ഒരുപക്ഷെ വേണ്ട സമയത്ത് വിദഗ്ധ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മിടുക്കനായി പഠിച്ച് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ദുഃഖകരമായ ഒരു സത്യം. നമ്മൾ ഇതുവരെ ശരിയായ ഇടപെടൽ കാരണം രക്ഷപ്പെട്ട രോഗികളുടെ അനുഭവങ്ങൾ കണ്ടു. അതേപോലെ തന്നെ സംഭവിച്ച സമയത്ത് ശരിയായ ഫസ്റ്റ് എയ്ഡ് കിട്ടാത്തതുകൊണ്ട് വന്ന ദുരന്തങ്ങളും നമ്മൾ കണ്ടു. ഒരു ജീവന് ജന്മം നൽകുന്ന പോലെ തന്നെ പ്രധാനമാണ് ഒരു ജീവൻ രക്ഷിക്കുന്നത്. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലത്തെ സാമൂഹ്യ പ്രവർത്തകർ, അതേപോലെ തന്നെ കുട്ടികളായിട്ട് നിരന്തരം ഇടപെടുന്ന ടീച്ചേഴ്സും കോളേജ് അധ്യാപകന്മാരും ശരിയായ രീതിയിലുള്ള പ്രാഥമിക പരിചരണം എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു പക്ഷേ ഒരു നിമിഷത്തിലെ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്കും രക്ഷകരാവാം, രക്ഷകയാവാം. NCC, NSS തുടങ്ങിയ സ്കൂളിലെ പദ്ധതികൾ പരരക്ഷയുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. പ്രാഥമികമായ ചികിത്സ, അപകടങ്ങളുമ്പോഴുണ്ടാകുന്ന ചികിത്സ, പെട്ടെന്ന് അസുഖം വരുമ്പോഴുണ്ടാകുന്ന ചികിത്സാ രീതിശാസ്ത്രം, ഇതെല്ലാം പഠിപ്പിക്കേണ്ടതുണ്ട്. മുഴുവനും നിലനിൽക്കുന്ന കരിക്കുലത്തിലുണ്ടായി എന്ന് വരില്ല. കരിക്കുലത്തിന് പൂരകമായി ഇത്തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ സാർത്ഥകമാകുക. ഇത് സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ പരിപാടിയായി ജനകീയ വിദ്യാഭ്യാസം ഏറ്റെടുക്കണം. ഇത്തരത്തിൽ ആരോഗ്യരംഗത്ത് നിൽക്കുന്ന മുഴുവൻ പേരും പ്രതിരോധ പ്രവർത്തനങ്ങളിലും സാമൂഹിക ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലും ഏർപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുള്ള നല്ല ഒരു ഉദാഹരണമായി പരരക്ഷ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കണം. ആശംസകൾ. മുങ്ങിപ്പോകുന്ന കുഞ്ഞു വിരലുകളെ ചേർത്ത് പിടിക്കുക, നെഞ്ചേറ്റുക. ആ സുവർണ നിമിഷത്തിൽ ജീവൻ വീണ്ടും തളിരിടും. അപ്പോൾ നീയും ഞാനും നമ്മളെല്ലാവരും മനുഷ്യരാകും. കൂട്ടുകാരെ, അതാണ് ജീവരക്ഷയുടെ, പരരക്ഷയുടെ സുവർണ നിമിഷം. നമ്മൾ ഇടപെടേണ്ടതായ സുവർണ നിമിഷങ്ങൾ ആവർത്തിക്കില്ല, ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. സുവർണ നിമിഷങ്ങൾ, ദി ഗോൾഡൻ മൊമെൻറ്റ്സ്.